സ്വാഭാവികമാണ്, അത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ഈ വിലവർധനയെ ന്യായമാണ് എന്ന് കരുതുന്ന ഒരാളാണ്. അതൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഞാൻ എടുക്കുന്നൊരു നിലപാടാണ്. നോക്കൂ, 2014 അവസാനമായി സപ്ലൈകോ അതിൻ്റെ സബ്സിഡി നിരക്ക് വർദ്ധിപ്പിച്ചത്, വില വർദ്ധിപ്പിച്ചത്. 2014 അവസാന വിലവർധനയ്ക്ക് ശേഷം 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2024 അടുത്ത വിലവർധന ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ പൊതുവിപണിയിൽ വിലവർധന എപ്രകാരമാണ് കുതിച്ചുയരുകയായിരുന്നു. പ്രത്യേകിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർധന എന്ന് പറയുന്നത് നമ്മുടെ അവശ്യ സാധനങ്ങളുടെ മുഴുവൻ വിലയും വർദ്ധിപ്പിക്കും സ്വാഭാവികമായും. അപ്പോൾ അങ്ങനെ പൊതുവിപണിയിൽ വലിയ രീതിയിൽ വിലവർധന ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഒരു വസ്തുവിന് പോലും, ഒരു ഉൽപ്പന്നത്തിന് പോലും വില വർദ്ധിപ്പിക്കാതിരുന്നത്. അതുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ചെറുതല്ല. ഇന്നിപ്പം മന്ത്രി GR അനിൽ പറഞ്ഞ കണക്കനുസരിച്ച് 2016 മുതൽ, അതായത് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള കണക്കാണ് ഈ പറയുന്നത്, 8 വർഷം 1525 കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈകോയ്ക്കുള്ളത്. 1525 കോടി രൂപയുടെ ബാധ്യത. 1000 കോടിയാണ് ഈ വിതരണക്കാർക്ക് നൽകാനുള്ളത്. അതുകൂടാതെ ഈ സപ്ലൈകോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ കൺസോർഷ്യത്തിൽ നിന്ന് വലിയൊരു തുക 2500 കോടിയോളം രൂപ വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് പ്രതിവർഷം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 300 കോടി രൂപയാണ്. നോക്കൂ, നമ്മുടെ ഈ പ്രളയകാലത്തൊക്കെ, അത് കോവിഡ് കാലത്തൊക്കെ സൗജന്യ കിറ്റ് കൊടുത്തതാരാ? സപ്ലൈകോയാണ്. ആ പൈസയൊന്നും സപ്ലൈകോയ്ക്ക് കിട്ടിയിട്ടില്ല. ഏതാണ്ട് കേരളത്തിൽ 65 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കൾ ആശ്രയിക്കുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം വിലവർധന എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏകദേശ കണക്കെടുത്താൽ ഒരു 5 രൂപയുടെയൊക്കെ വിലവർധനയാണ് ശരാശരി വരുന്നത്. ചില വസ്തുക്കൾക്ക്, വലിയ ഉൽപ്പന്നങ്ങൾക്ക് വിലവർധന വരുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് മീറ്റ് ചെയ്യാവുന്നൊരു പൈസയാണ് യഥാർത്ഥത്തിൽ ഈ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഞാനിത് ദീർഘകാല അടിസ്ഥാനത്തിലാണ് എൻ്റെ നിലപാടെന്ന് പറയാൻ കാരണം, ഞാൻ ഭയക്കുന്നത് ഈ രീതിയിലാണ് സപ്ലൈകോ പോകുന്നതെങ്കിൽ സപ്ലൈകോയ്ക്ക് പകരം വെക്കാനൊരു മാതൃക ഇന്ത്യയിലില്ല കേട്ടോ. ഇന്ത്യയിലില്ല. ഇത്രയും വിജയിപ്പിച്ച, അതായത് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിൽ നൽകാനും കഴിയുന്ന ഏറ്റവും മികച്ച പൊതുവിതരണ സംവിധാനമാണ് സപ്ലൈകോ എന്ന് പറയുന്നത്. 1974 ആരംഭിച്ച സംവിധാനമാണത്. 50 വർഷം പൂർത്തിയാക്കുകയാണ് നമ്മൾ. ആ സംവിധാനം ഒരു KSRTC ആയി മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ? ഞാൻ ഭയപ്പെടുന്നത് ഈ രീതിയിലുള്ള ബാധ്യതയിലൂടെ സപ്ലൈകോ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സപ്ലൈകോ അടച്ചുപൂട്ടേണ്ടി വരും. അവിടെ ഏതാണ്ട് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനായി പറ്റാത്തൊരു സ്ഥിതി വരെയുണ്ട്. അതുപോലെ ഈ നെല്ല് സംഭരണമൊക്കെ സപ്ലൈകോയാണ് നടത്തുന്നതേ. അപ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സപ്ലൈകോ നടത്തുന്നുണ്ട്. ആ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം കൺസ്യൂമർ സ്റ്റേറ്റാണ്, ഉപഭോക്തൃ സംസ്ഥാനമാണ്. ആ ഉപഭോക്തൃ സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സംവിധാനം അനിവാര്യമാണ്. അത് നിലനിൽക്കണം, അത് അതിജീവിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ടുപോയി ചാടിക്കരുത്. ഈ പറയുന്ന 10 വർഷമായി ഒരു പൈസ പോലും വില വർദ്ധിപ്പിക്കാതിരുന്നിടത്താണ് 10 വർഷത്തിന് ശേഷം ഈ വിലവർധന ഉണ്ടായിരിക്കുന്നത്. വിലവർധന എപ്പോഴും പ്രതിഷേധമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ ബജറ്റിൽ അത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന ക്ഷേമത്തിന് ഈ സംവിധാനം നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള വിലവർധന ശരിക്കും ന്യായീകരിക്കാവുന്നൊരു വിലവർധനയായി തന്നെ ഞാൻ കാണുന്നു. Meet the editors.